വചനമൊഴി ഫെബ്രുവരി 11. വചനഭാഗം റോമ 12:1-8, ലൂക്കായുടെ സുവിശേഷം 18:9-14. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് ഈശോ ഈ ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ പോയി. ഒരാൾ ഫരീസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരീസേയൻ നിന്നുകൊണ്ട് സ്വയം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ എനിക്ക് ലഭിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതിവത്കരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈശോയിൽ സ്നേഹമുള്ളവരെ, 3 നോമ്പിലെ ചൊവ്വാഴ്ചയാണ് നാം ഇന്ന് ആചരിക്കുന്നത്. ഇന്ന് ഈശോ സംസാരിക്കുന്നതും ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമാണ്. ഉപവാസവും പ്രാർത്ഥനയും കേവലം ഒരു ചടങ്ങായി മാറ്റരുത്. ഉപവാസവും പ്രാർത്ഥനയും ഹൃദയത്തിൽ നിന്ന് വരുന്നതും ഹൃദയത്തിൽ മാറ്റം വരുത്തുന്നതും ജീവിതത്തിൽ നവീകരണത്തിന് ഉപകരിക്കുന്നതുമാകണമെന്നാണ് ഈശോ പറയുന്നത്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അഹങ്കാരത്തോടെ ആയിരിക്കരുത്. നിർമ്മലതയോടെ, എളിമയോടെ ദൈവസന്നിധി നിൽക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ മറ്റുള്ളവരെ കുറിച്ച് അവജ്ഞയല്ല, മറ്റുള്ളവരെയും ചേർത്ത് നിർത്തുന്ന, ബലഹീനരെയും ചേർത്ത് നിർത്തുന്ന മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫരീസേയനായ മനുഷ്യൻ ചടങ്ങുകളായി ഉപവാസത്തെയും പ്രാർത്ഥനയെയും ആത്മീയ ജീവിതത്തെയും കാണുമ്പോൾ, ബലഹീനനായ ഫരീസേയൻ തന്റെ പ്രാർത്ഥന ഹൃദയത്തിന്റെ നവീകരണമായും പാപിയായ തന്നെ വിശുദ്ധീകരിക്കാനുള്ള മാർഗമായും കാണുന്നു. അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാനും ഹൃദയ നിർമ്മലതയോടെ വിശുദ്ധിയോടെ അവിടുത്തെ സന്നിധിയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും നമുക്ക് സാധിക്കണം. ഇക്കാര്യമാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കാം. കേവലം ഒരു ചടങ്ങായാണോ ഞാൻ ആത്മീയ കാര്യങ്ങൾ നടത്തുന്നത്? അഥവാ ദൈവത്തിന് 1ാം സ്ഥാനം നൽകിക്കൊണ്ട് ദൈവവുമായുള്ള എൻ്റെ ഐക്യത്തിന്റെ, ദൈവവുമായുള്ള കൂട്ടായ്മയുടെ, സഹോദരങ്ങളിലേക്കുള്ള തുറവിയുടെ അടയാളമായിട്ടാണോ ഞാൻ ആത്മീയ ജീവിതം നടത്തുന്നത് എന്ന് ആത്മശോധന ചെയ്യാം. വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ എളിമയോടെ, വിനയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാനും ഹൃദയ പരിവർത്തനത്തിൽ നിന്നും ഉളവാകുന്ന ജീവിത ശൈലി നേടുവാൻ നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസവും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.